അന്വേഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. റോഡിന്റെ പണി പൂർത്തീകരിച്ച് 5 മാസം തികയും മുമ്പ് റോഡ് തകർന്നതായി യൂത്ത് കോൺഗ്രസ് പന്മന മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. പന്മന നെറ്റിയാട് ടൗൺ മസ്ജിദിന് സമീപം പൈപ്പ് റോഡിന്റെ മധ്യഭാഗത്തായി വലിയ കുഴി രൂപപ്പെട്ടത് യാത്രാ തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ റോഡിന്റെ നിർമ്മാണ വേളയിൽ തന്നെ പോരായ്മകൾ യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നതായി പറയുന്നു. റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ യൂത്ത് കോൺഗ്രസുകാർ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് ഇത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണകാലത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതിയുടെ ഉദാഹരണമാണ് ഈ പൈപ്പ് റോഡിന്റെ ഇന്നത്തെ ഈ അവസ്ഥയുടെ കാരണം. ഈ റോഡിന്റെ വശങ്ങളിലായി 1.5 മീറ്റർ വീതിയിൽ ഗ്രാവൽ ഫില്ല് ചെയ്ത് റോഡിന്റെ സംരക്ഷണം കൂടി ഉറപ്പുവരുത്തുന്ന നിലയിൽ വളരെ കൃത്യമായ നിലയിൽ ചെയ്യണമെന്ന് ഉള്ള കരാർ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയ കൂട്ടുകെട്ടിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണകാലത്ത് ഇത്തരത്തിൽ നടത്തിയ ഒരു അഴിമതിയുടെ പരിണിത ഫലമാണ് ഇന്ന് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡിന്റെ ശോചനീയമായ അവസ്ഥ. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പൈപ്പ് റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് അപാകതകൾ കണ്ടെത്തുന്നതിന് ഇതിന്റെ പിന്നിൽ നടന്ന അഴിമതിയെ കുറിച്ച് ജനമധ്യത്തിൽ യാഥാർത്ഥ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആവശ്യപ്പെടുന്നത്. പന്മന മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അരുൺ MD അധ്യക്ഷത വഹിച്ചു. റാഫി നെറ്റിയാട്, റിയാസ്, സിദ്ദീഖ് എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളായ പന്മന ബാലകൃഷ്ണൻ, ഷമി, സിനികുമാർ, ഹാരിസ് എന്നിവരും നേതൃത്വം നൽകി. വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് നടപ്പിൽ വരുത്തിയ ഒരു പദ്ധതിയാണ് ശാസ്താംകോട്ട കോലത്തുമുക്ക് പൈപ്പ് റോഡ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വളരെ തിരക്ക് പിടിച്ച് നടത്തിയ ഈ റോഡിന്റെ നിർമ്മാണം അന്നേ യൂത്ത് കോൺഗ്രസും UDF-ഉം ഇതിന്റെ അപാകത ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ അവ ചെവിക്കൊള്ളാതെ ലോകബാങ്കിന്റെ ധനസഹായത്തോടുകൂടി സമരപന്മന കുടിവെള്ള പദ്ധതിയുടെ ആനുകൂല്യം ആ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ റോഡിന്റെ നിർമ്മാണം ഇതിനകത്ത് വളരെയേറെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇന്നിവിടെ ബോധ്യപ്പെടുകയാണ്.